വയനാട്ടിൽ അറുതിയില്ലാതെ തുടരുകയാണ് വന്യമൃഗശല്യം. ചീരാലും മൈലമ്പാടി മണ്ടകവയലിലും പുലി വളർത്തു നായ്ക്കളെ കൊന്നു. വലിയ ഭീതിയിലാണ് ആ പ്രദേശവാസികളുള്ളത്. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തിലും സുൽത്താൻ ബത്തേരിയിലും പുലിഭീതി തുടരുകയാണ്. വനംവകുപ്പ് ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ക്യാമറ ട്രാപ്പുകൾ വെച്ചുള്ള നിരീക്ഷണവും കടുവയെ കൂടുവെച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമവും ഒക്കെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പുലികൾ കൂട്ടിലാകുന്നില്ല. വയനാടൻ ജനതയുടെ ആശങ്ക അങ്ങനെ അറുതിയില്ലാതെ തുടരുകയാണ്. നേരത്തെ സുൽത്താൻ ബത്തേരിയിൽ, പിന്നീട് മുള്ളംകൊല്ലി മരക്കടവിൽ, ചീരാലിൽ, മൈലമ്പാടിയിൽ, മേപ്പാടിയിൽ പുലിയിറങ്ങുന്ന കാഴ്ചകൾ തുടരുകയാണ്. പലയിടത്തും വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ആശങ്കയോടെയാണ് വയനാടൻ ജീവിതം മുന്നോട്ടു പോകുന്നത്. ഒടുവിൽ പുലിയെത്തിയത് ചീരാൽ കല്ലുമുക്ക് മോഹനന്റെ വീടിനടുത്ത്. ഇന്നലെ രാത്രിയിലാണ് പുലി വളർത്തുനായെ കൊന്നത്, ഒപ്പം താറാവിനെയും. നേരത്തെ പുലി സാന്നിധ്യമുള്ള പ്രദേശമാണിത്. ഇതുവരെ 7 വളർത്തുമൃഗങ്ങൾ പുലിക്ക് ഇരയായി. ഇന്നലെ രാത്രി ഒരു 12:45 ഈ നായ ഇങ്ങനെ മൂങ്ങുന്ന ഒച്ച കേട്ടിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു ഇതൊക്കെ കണ്ടു, ഈ പിടയ്ക്കുന്നൊക്കെ ഒരു ഒച്ചപ്പാടൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയില്ല, പേടിച്ചിട്ട്. ഒരു 3 മണിയായപ്പോഴാണ് വീണ്ടും ഇത് വന്നിട്ട് ഈ കൂട്ടിൽ വന്നിട്ട് 3 താറാവുണ്ടായിരുന്നു. ഒരു താറാവിനെയും പിടിച്ചുകൊണ്ട് പോയത്. പ്രദേശത്തെ വെട്ടിത്തെളിക്കാത്ത തോട്ടങ്ങളാണ് പുലിയുടെ താവളം. മേപ്പാടിയിൽ നിന്ന് വനംവകുപ്പ് സംഘം എത്തിവേണം നടപടികൾ സ്വീകരിക്കാൻ എന്നതാണ് പ്രതിസന്ധി. സൗത്ത് വയനാട് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം മേപ്പാടിയിൽ നിന്ന് 1 മണിക്കൂറോളം യാത്രയുള്ള മേഖലയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൈലമ്പാടി മണ്ടകവയലിലും പുലിയെത്തി. നിരവത്ത് ബിനു തോമസിന്റെ വളർത്തുനായയെയാണ് പുലി പിടിച്ചത്. നായയെ കാണാതായതോടെ നടത്തിയ CCTV പരിശോധനയിലാണ് പുലി ദൃശ്യം വ്യക്തമായത്. CCTV പരിശോധിച്ചപ്പോഴാണ് മുറ്റത്ത് കടുവേൻ്റെ സാന്നിധ്യം കണ്ടത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴാണ് പട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടത്. അപ്പോൾ വനംവകുപ്പിനെ അറിയിച്ചു. വനംവകുപ്പിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ CCTV പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് കടുവയല്ല, പുലിയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മുള്ളൻകൊല്ലി മരക്കടവിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം തുടരുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ പുലി ആഴ്ചകളായി എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തിരികെ കാട് കയറിയിരിക്കാമെന്നാണ് അനുമാനം. ക്യാമറ ട്രാപ്പുകൾ വെച്ചുകൊണ്ടുള്ള നിരീക്ഷണവും കൂട് സ്ഥാപിച്ച് പിടികൂടാനുള്ള ശ്രമവുമെല്ലാം വനം വകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ കെണിയിലാകാത്ത പുലികൾ വയനാടൻ ജീവിതത്തിന് സൃഷ്ടിക്കുന്നത് വലിയ പ്രതിസന്ധി. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇത് വയനാട്ടിലെ 1-2 സ്ഥലങ്ങളിലെ പ്രശ്നമല്ല. വയനാട്ടിലെ പലയിടങ്ങളിലും സമാനമായ സാഹചര്യമാണുള്ളത്. വന്യമൃഗശല്യം, അതിൻ്റെ ഭീതി, നാട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം, അതിൽ തന്നെ പുലിയും കടുവയുമൊക്കെയാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് എന്ന ആശങ്ക. പ്രദേശത്തെ തോട്ടങ്ങൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയാൽ അല്പം ആശ്വാസം ഉണ്ടാകും എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു ശാശ്വത പരിഹാരമാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്ന് നമുക്കെല്ലാം അറിയാം. അതിന് പലതരത്തിലുള്ള സങ്കീർണതകളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. ഇനിയും ഒരു ജീവൻ കുരുതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. നോക്കാം ചില പ്രതികരണങ്ങൾ. ഇവിടെ തൊട്ടടുത്ത് വേടങ്കോട് എസ്റ്റേറ്റ് ഉണ്ട്. ഈ വേടങ്കോട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 400 ഏക്കറിൽ കഴിയുന്ന, അവിടുന്ന് തൊട്ട് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിൻ്റെ അടുത്തേ ഉള്ളൂ ഇവിടെ. ആ വേടങ്കോട് എസ്റ്റേറ്റ് തന്നെയാണ് ഈ പുലി ഇവിടെ ഈ ചീരാൽ മേഖലയിൽ സംഘാരതാണ്ഡവമാടുന്ന പുലി തങ്ങിയിരിക്കുന്നത് വേടങ്കോട് എസ്റ്റേറ്റിലാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ടെറിട്ടറിയൽ ഏരിയ ചീരാലിൽ നിന്നും മേപ്പാടിയിലേക്ക് മാറിയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. 40-45 കിലോമീറ്ററുള്ള അപ്പുറത്തുള്ള മേപ്പാടിയിൽ പോയി ജനങ്ങൾ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ഓഫീസ് വെച്ച് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാമെന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല. നമ്മുടെ പ്രദേശത്ത് നിരവധി ആളുകളുടെ തോട്ടങ്ങൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. പല പ്രാവശ്യം വില്ലേജ് ഓഫീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടതാണ് ഈ കാട് വെട്ടിക്കുന്നതിന് വേണ്ടി. അതിനടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കാത്ത പക്ഷം അതിന്റെ പേരിൽ നടപടിയും കാര്യങ്ങളുമായിട്ട് ഈ പ്രദേശത്തെ നാട്ടുകാർ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് സമരം കാര്യങ്ങൾ നടത്തും.